നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം കണ്ട ഈ ഏരിയ കംപ്ലീറ്റ് തീർത്തു ഞാൻ കേട്ടോ. ഇവിടം വരയ്ക്കും തീർത്തു, ഇനി ഇപ്പുറത്തോട്ടും എല്ലാം തീർത്ത്. ഞാൻ ചെയർ ഇവിടെ വെച്ചിരിക്കുക, കാര്യം അങ്ങോട്ട് പിള്ളേരൊന്നും കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുക. വേണ്ട ഫുള്ള് ഇവിടം വരെ ഇട്ടു, കാരണം ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയും ഗാർഡനാണ്, അത് സെറ്റ് ചെയ്യാൻ ഇച്ചിരി സ്ഥലം വിട്ടിട്ടുണ്ട്. നമുക്ക് നടന്ന് അതൊക്കെ ബോക്സ് അടിക്കാനൊക്കെ ഇച്ചിരി സ്ഥലം വേണം, അതുകൊണ്ട് ഇവിടെ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഇതെല്ലാം ഇട്ടു. ഇടയ്ക്ക് പുല്ല് കാണുന്നത് അത് പഴയ പുല്ലാണ്, അത് വന്നോളും. നമുക്കതെല്ലാം ഫുള്ളായിട്ടുണ്ട് കണ്ട, ഫുള്ള്. ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം. എന്തൊരു സന്തോഷമാണ് നോക്ക്. ഇവിടെ നിന്ന് കണ്ട ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഗാർഡനിൽ കയറിയാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. ഇവിടം വരക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ മക്കളെ ഇത്രയും ദിവസം കുറേ ദിവസങ്ങൾ ഇച്ചിരി ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ലെവലെത്തിയത്. ഇനി ഇത് കിളിക്കണം, അതാണ് ഏറ്റവും മെയിൻ. കിളിച്ച് വന്നെങ്കിലേ നമുക്ക് ഇതേപോലത്തെ പുല്ലതാ ഇവിടെ കാണുന്നില്ല, പച്ചക്കളർ, ആ പുല്ല് പോലെ വരണം ഇവിടെ എല്ലാം. അതുവരയ്ക്കും നമ്മൾ ഇതിനകത്തോട്ട് ചവിട്ടാതിരിക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഫുള്ള് കണ്ട കസാറ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ സൈഡ് അങ്ങനെ കാണുന്നില്ല. അതിനപ്പുറത്താണ് ഞാൻ ബോക്സൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. ഈ സൈഡ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ സെറ്റിങ്, എല്ലാം റെഡിയായി കഴിഞ്ഞു. ഒരു സൈഡ്, ഇനി ബാക്കി സൈഡ് പിന്നെ. ഇതാണ് അമ്മക്കിളിയുടെ വീഡിയോ കേട്ടോ മക്കളെ. കണ്ട ഞാൻ മേളിൽ നിന്ന് എടുക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് എടുക്കുന്നത്. കസാറ ഞാനിങ്ങനെ പിള്ളേർ അങ്ങേപ്പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ എങ്ങനെ ഇട്ടിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇപ്പുറത്ത് നടക്കാൻ മാത്രം ഒരു വഴി വിട്ടിട്ടുണ്ട് മക്കളെ. ഇനി ഇങ്ങേ സൈഡെല്ലാം ഫുള്ള് റെഡിയാക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് സെറ്റ് ചെയ്തത്. എന്താ അയവള്ളി കെട്ടാൻ കയറൊക്കെ കെട്ടിയത് അവിടെ ഉണ്ട്, അതൊക്കെ ഇനി അഴിച്ച് മാറ്റണം. അയവള്ളി ഇനി ഉടനെ തുണിയടിയിൽ നടക്കത്തില്ല, അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. പുല്ല് കളിക്കാതെ ഇനി നമുക്ക് അതിനകത്തോട്ട് കയറാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ അഴിച്ച് മാറ്റണം ഇനി.